നമസ്കാരം. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആടുജീവിതം എന്ന സിനിമ, അതിൻ്റെ കഥ കോപ്പിയടിയാണ് എന്നൊരു വിവാദമുണ്ട്. ആ വിവാദം പുതിയതൊന്നുമല്ല. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ഇറങ്ങിയ കാലം മുതൽ അത് കോപ്പിയടിയാണെന്ന് എന്ന തരത്തിൽ ചിലർ അതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. പാകിസ്ഥാനിലെ ഒരു ഗ്രന്ഥകാരനും അദ്ദേഹം ഒരു സഞ്ചാരി കൂടിയാണ്. അദ്ദേഹം അവിടുത്തെ, അതായത് UN-ലെ പാകിസ്ഥാൻ അംബാസഡർ കൂടിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദി റോഡ് ടു മെക്ക എന്നൊരു പുസ്തകമുണ്ട്. ദ റോഡ് ടു മെക്ക എന്ന ആ ഗ്രന്ഥത്തിലെ പല അധ്യായത്തിലെയും പല വാചകങ്ങളും, അത് പാരഗ്രാഫ് അടക്കം അർത്ഥം ഒരു വ്യത്യാസവും വരുത്താതെ അതേപോലെ തന്നെ മലയാളത്തിലാക്കി ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ നമുക്ക് കാണാം. അതിലൊന്ന് ഈ സിനിമയായപ്പോഴും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു രംഗമുണ്ട്. നജീബ് തളർന്ന് മരുഭൂമിയിൽ ഒരിടത്ത് അവർ കുറച്ച് വെള്ളം കാണും, ഒരു കുളം പോലെ. അതിൻ്റെ സൈഡിൽ കിടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആഫ്രിക്കക്കാരനായിട്ടുള്ള ആൾ ഇബ്രാഹിം, അദ്ദേഹം തുണി ഈ വെള്ളത്തിൽ മുക്കി നജീബിൻ്റെ നാവിലിട്ട് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ നജീബിനത് ഫീൽ ചെയ്യുന്നത് വരണ്ട് കിടക്കുന്ന തൻ്റെ നാവിലേക്ക് വെള്ളം വീഴുമ്പോൾ ആസിഡ് വീണ പോലെ പൊള്ളിപ്പോകുന്നു എന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത നജീബ് എന്നൊരു വ്യക്തി ആ രീതിയിലുള്ള ഒരു സാഹിത്യ ഭാഷ പറയാനോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനോ സാധ്യത കുറവാണ്. അല്ല എങ്കിൽ അത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ രീതിയിൽ എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നൊരു എളുപ്പമാർഗ്ഗമുള്ളത് ആരെങ്കിലും എഴുതി വെച്ചത് അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ബെന്യാമിൻ മറ്റൊരു വ്യക്തി എഴുതി വെച്ചത് അടിച്ചു മാറ്റിയതാവണം എന്നാണ് തോന്നുന്നത്. കാരണം ഈ ദി റോഡ് ടു മെക്ക എന്ന നോവലിൽ ഇതേ സംഗതി ഇംഗ്ലീഷിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് മലയാളീകരിച്ചാൽ മാത്രം മതി. ആ സാധനമാണ് നമ്മൾ ആടുജീവിതം എന്ന നോവലിൽ കാണുന്നത്. മറ്റൊരു സ്ഥലത്ത് മരുഭൂമിയിലെ കാഴ്ചകളെപ്പറ്റി വർണ്ണിക്കുന്ന ഭാഗമുണ്ട്. അതും ഈ റോഡ് ടു മെക്ക എന്ന ആ നോവലിലുള്ള സംഗതികൾ അതേപോലെ തന്നെ മലയാളീകരിച്ചാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിൽ കുറച്ച് യാഥാർത്ഥ്യവും ബാക്കിയൊക്കെ എഴുത്തുകാരൻ്റെ ഭാവനയുമാവാനാണ് സാധ്യത ആടുജീവിതം എന്ന ഒരു നോവൽ. അതിനൊരു കാരണമുണ്ട്. ഈ നോവൽ വെറും നോവലായിട്ട് നമ്മൾ വായിച്ചു പോയാൽ ഒരുപക്ഷെ അത് വായിച്ച് തീരുമ്പോൾ നമുക്ക് തീരാവുന്ന ഒരു സങ്കടമേ ഉള്ളൂ. അതൊരു നോവലല്ലേ, അതൊരു കഥാപാത്രത്തിൻ്റെ വിഷമവും അനുഭവിച്ച സങ്കടമല്ലേ എന്ന് വെച്ച് അത് നമ്മൾ അടച്ചു വെക്കുമ്പോഴേക്കും ആ സങ്കടം നമ്മളെ വിട്ടുമാറും. എന്നാൽ ഇതൊരു മനുഷ്യൻ, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിച്ച യഥാർത്ഥത്തിലുള്ള കഥയാണ് എന്ന ബോധ്യത്തോടെ നമ്മൾ വായിച്ചാൽ നമ്മൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാലും ആ വേദന നമ്മളെ വേട്ടയാടും. അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ ബെന്യാമിൻ കണ്ടെടുത്ത ഒരു ടൂള് മാത്രമായിരിക്കണം ഈ നജീബ് എന്ന ഇപ്പോൾ കൊണ്ടു നടക്കുന്ന യഥാർത്ഥത്തിലുള്ള വ്യക്തി. ശരിക്കും ഈ നജീബ് എന്ന് പറഞ്ഞ ആൾ ഗൾഫിൽ കുറേ നാൾ അവിടെ ഈ പ്രവാസത്തിലായിരുന്നിരിക്കാം, കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നിരിക്കാം. പക്ഷേ ഈ സിനിമയിലോ ഈ നോവലിലോ കാണിക്കുന്ന രീതിയിലാവണമെന്നില്ല. എല്ലാ പ്രവാസികളും അവരുടെ പ്രവാസത്തിൻ്റെ തീഷ്ണതകളെപ്പറ്റി ഏറിയും കുറഞ്ഞുമൊക്കെ അനുഭവമുള്ളവരാണ്. അത് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളവരാണ്. അത് ഒരുപാട് കാശ് സമ്പാദിക്കുന്നവരും അതെ, അല്ലാത്തവരും അതെ. അവിടുത്തെ ചൂടിനെ പറ്റിയും അവിടുത്തെ കാലാവസ്ഥയെ പറ്റിയും അവിടുത്തെ ഭക്ഷണത്തെപ്പറ്റിയും അവിടുത്തെ തൊഴിൽ ചെയ്യുന്ന രീതികളെ പറ്റിയൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊക്കെ ഒരു പീഡനം അനുഭവിക്കുന്നു എന്ന തരത്തിൽ തന്നെ ഇപ്പോൾ കുറേ മാറ്റമുണ്ട്. നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു തീഷ്ണമായിട്ടുള്ള ഒരു നോവലിന് അവരോട് വളരെയേറെ ഭംഗിയായിട്ട് കണക്റ്റ് ആവാൻ പറ്റും അവർക്ക്. ഇത് നടന്നിരിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് അവർ വളരെ എളുപ്പത്തിലെത്തും. മാത്രമല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്. അതുകൊണ്ട് തന്നെ ആ നോവൽ വലിയ രീതിയിൽ ഹിറ്റാവും. അത് സിനിമയായാലും ഒരുപക്ഷെ ഹിറ്റായേക്കാം. ഹിറ്റാവാനുള്ള ലക്ഷണമാണ് എന്ന് തോന്നുന്നു. ഇനി ശ്രദ്ധിക്കുക, ഈ നജീബും അതേപോലെ തന്നെ ഈ എഴുത്തുകാരനായിട്ടുള്ള ബെന്യാമിനും കൂടി ഇരിക്കുന്നു. ഒരു യുവതി ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ നജീബിനോടൊരു ചോദ്യം ചോദിക്കുന്നു. ഇക്ക തിരിച്ചു വന്നതിന് ശേഷം ഹക്കീമിൻ്റെ വീട്ടിൽ പോയിരുന്നോ, ഹക്കീമിൻ്റെ മാതാപിതാക്കളെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ നജീബ് എന്ന വ്യക്തി ശരിക്കും മുഖം കൊടുക്കാതെ ഇല്ലില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം മൊബൈലെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നു. പണി പാളിയത് കൊണ്ടാണോ എന്തോ ബെന്യാമിനാണ് അതിന് മറുപടി കൊടുക്കുന്നത്. ബെന്യാമിൻ പറയുന്നു, ഞങ്ങൾ ഹക്കീമിനെ കുറച്ച് അന്വേഷിച്ചിരുന്നു, പക്ഷേ വിവരമൊന്നും കിട്ടിയില്ല. ഈ നോവൽ വലിയ വിജയമായ സമയത്തും ഞാനാണ് ഹക്കീം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചു. ആരും വന്നില്ല. ഹക്കീം മലപ്പുറംകാരനാണല്ലോ, അന്ന് ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതല്ലേ, അതിനാൽ കൂടുതൽ വിവരമൊന്നും അറിയില്ല എന്ന തരത്തിൽ ഒരു അഴകുഴമ്പൻ മറുപടി പറഞ്ഞ് ഈ ബെന്യാമിൻ അങ്ങ് രക്ഷപ്പെടുകയാണ്. ശരിക്കും ഈ മലപ്പുറം അങ്ങ് അമേരിക്കയിലൊന്നും അല്ലല്ലോ. ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു.
ഹക്കീം എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഈ നജീബിൻ്റെ കൂടെയുള്ള കഥാപാത്രമാണ്. നോവലിലും സിനിമയിലുമൊക്കെ അത് മരണപ്പെട്ടതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ബെന്യാമിൻ പറഞ്ഞു വെച്ചത് ഹക്കീം ഇപ്പം ജീവനോടെ ഉണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഹക്കീം എന്നൊരാൾ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നാളെ ഹക്കീം ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുപോയി. ഇനി അതിലേക്ക് വരാം. ഹക്കീം എന്ന ആ കഥാപാത്രം സാങ്കല്പിക കഥാപാത്രമാണെങ്കിൽ നജീബ് എന്ന കഥാപാത്രവും സാങ്കല്പിക കഥാപാത്രം തന്നെയാണ്. പിന്നീട് ഒരുപക്ഷെ ഈ നോവലൊക്കെ ഹിറ്റായതിനു ശേഷം, ഇത് വായനക്കാരിലേക്ക് കുറേ കൂടെ ആഴത്തിൽ പതിഞ്ഞതിന് ശേഷം, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ബെന്യാമിൻ തന്നെ കണ്ടെത്തിയതാവാം ഈ ഒരു നജീബിനെ. അതായത് ഈ പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു നജീബിനെ. അതിൻ്റെ അർത്ഥം ആ നജീബിൻ്റെ കഥയാണ് ആടുജീവിതം എന്നല്ല. ദ റോഡ് ടു മെക്ക എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങളും കുറച്ച് പഴയ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, ദി കാസ്റ്റ് എവേ എന്നാണ് ആ സിനിമയുടെ പേര്. ടോം ഹാങ്കാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിലൊരു മനുഷ്യൻ ഒരു ദ്വീപിൽ തീർത്തും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണിക്കുന്ന സിനിമയാണ്. ആ സിനിമയിലെ കുറേ അങ്ങോട്ട് പോകുമ്പോൾ അതിലെ കഥാപാത്രത്തിൻ്റെ രൂപഭാവങ്ങൾ ഇന്ന് ആടുജീവിതം സിനിമയിൽ പൃഥ്വിരാജ് ഏത് രൂപത്തിലാണ് കാണുന്നത് ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ്. തീർത്തും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തി ഏതവസ്ഥയിൽ വരുമെന്ന് ചിന്തിച്ചു നോക്കുക. നമുക്കൊക്കെ ഒരു 3-4 ദിവസമൊക്കെ ആരോടും മിണ്ടാതൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ ദിവസങ്ങളോളം മാസങ്ങളോളം ഒരു ദ്വീപിൽ ആരോടും മിണ്ടാനില്ലാതെ കഴിയുന്ന ഒരാളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ ഈ ടോം ഹാങ് അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ തേങ്ങയൊക്കെ ഉണ്ട്. തേങ്ങയും പിന്നെ ഒഴുകി കിട്ടിയ ഒരു ഫുട്ബോളൊക്കെ ഉണ്ട്. ഇതിൽ ഓരോ മനുഷ്യരൂപങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കി. ഈ തേങ്ങയിൽ കല്ലും കമ്പൊക്കെ കൊണ്ട് ഇങ്ങനെ മനുഷ്യൻ്റെ കണ്ണും മൂക്കുമൊക്കെ വരച്ചിട്ട് അതൊരു കമ്പയിൽ ഇങ്ങനെ കുത്തിവെച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇതിനോട് സംസാരിക്കുകയാണ്. അത് മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനോടങ്ങ് സംസാരിക്കുകയാണ്. ഏതാണ്ട് സമാനമായിട്ടുള്ള സംഗതി ആടുജീവിതം എന്ന നോവലിലുണ്ട്. അവിടെ ആടുകൾക്കാണ് ഈ നജീബ് ഓരോ പേരിട്ട് കൊടുത്തിരിക്കുന്നത്. അതും തൻ്റെ ഭാര്യയുടെ അടക്കം തൻ്റെ കൂട്ടുകാരുടെ, വീട്ടുകാരുടെ, നാട്ടുകാരുടെയൊക്കെ പേരിട്ട് കൊടുത്തിട്ട് ഈ ആടുകളോടാണ് ഈ ഏകാന്ത ജീവിതം നയിക്കുന്നത്. അറബാബ് അവിടെ ഉണ്ടെങ്കിലും ഏതാണ്ട് ഏകാന്തമായിട്ടുള്ള ജീവിതം തന്നെയാണ് നജീബ് നയിക്കുന്നത്. അപ്പം നജീബ് ആ വിരസത മാറ്റുന്നത് ആടുകൾക്ക് ഓരോ പേരിട്ട് കൊടുത്തിട്ട് അവരോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഈ സംഗതി ഈ സിനിമയിൽ നിന്ന് ഒരുപക്ഷെ ഇൻസ്പിറേഷൻ, അടിച്ചുമാറ്റൽ എന്ന് പറയാൻ പാടില്ല, ഇൻസ്പിറേഷൻ ആയിരിക്കാം. അങ്ങനെ ഈ സിനിമയും ദ റോഡ് ടു മെക്ക എന്ന നോവലും പിന്നെ ബെന്യാമിൻ്റെ അതിമിടുക്കും അദ്ദേഹത്തിന് ഭാവന രചിക്കാനുള്ള കഴിവും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഉണ്ടായ ഒരു ക്ലാസിക് നോവലായിരിക്കണം ആടുജീവിതം. അതിനപ്പുറം ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ? ഒരുപക്ഷെ നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിലെ കഥാപാത്രം നജീബ് ആവണം എന്ന് തന്നെ നിർബന്ധമില്ല. നജീബ് ആണെങ്കിൽ എവിടെ ഹക്കീം എന്നൊരു ചോദ്യം കൂടെ വരും. ഇനി ഹക്കീം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഹക്കീമിനൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് അയൽക്കാർ കാണും, അവന് കൂട്ടുകാർ കാണും, അവന് നാട് കാണും. ഇത്ര കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ആരും ഞാനാണ് ഹക്കീം എന്ന് പറഞ്ഞ് വന്നിട്ടില്ല, ഞാൻ ഹക്കീമിൻ്റെ ബന്ധുവാണ്, അല്ലെങ്കിൽ ഉമ്മയാണ്, ബാപ്പയാണെന്ന് പറഞ്ഞ് വന്നിട്ടില്ല, ഞാൻ സഹോദരനാണ്, കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ് പോലും വന്നിട്ടില്ല. അതിനർത്ഥം ഹക്കീം ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്നാണ്. ഹക്കീം സാങ്കല്പിക കഥാപാത്രമാണ് എങ്കിൽ തീർച്ചയായിട്ടും നജീബും സാങ്കല്പിക കഥാപാത്രം തന്നെയാവണം. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഇതെല്ലാം യഥാർത്ഥമാണ് എന്ന തരത്തിൽ ബെന്യാമിൻ പറഞ്ഞു വെച്ചു പോയില്ലേ, ഇനി ഇത് തിരുത്താനാവില്ലല്ലോ. അതുമാത്രമല്ല, ഈ നോവൽ വായിക്കുന്ന ആർക്കും തോന്നും ഇതൊക്കെ ഭൂമിയിൽ എവിടെയെങ്കിലും നടക്കാൻ സാധ്യതയുള്ള കഥയാണോ, ഇത് കെട്ടുകഥയാണോ എന്നൊരു സംശയം തോന്നിപ്പോവും. അങ്ങനൊരു സംശയം പോലും ആരും ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറംചട്ടയിൽ തന്നെ ബെന്യാമിൻ ചെറിയൊരു സൂത്രപ്പണി കാണിച്ചു വെച്ചിട്ടുണ്ട്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും എന്നൊരു ടാഗ്ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആരും അത് കെട്ടുകഥയാണ് എന്ന് ചോദിക്കില്ലല്ലോ. അത് ബെന്യാമിൻ്റെ ഒരു അതിബുദ്ധി തന്നെയായിരിക്കണം. എന്തായാലും ഈ 2-3 കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ആടുജീവിതം എന്നത് ബെന്യാമിൻ്റെ സങ്കല്പത്തിൽ വിരിഞ്ഞ ഒരു കഥ മാത്രമായിരിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ അറേബ്യയിൽ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ബെന്യാമിൻ ആ കഥ എഴുതിയത് സങ്കല്പത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ സങ്കല്പത്തിലും പിന്നെ ഈ സിനിമ കണ്ടതിൻ്റെ ഇതിലും ആ നോവലിൽ നിന്ന് മറ്റൊരു ദി റോഡ് ടു മെക്ക എന്ന ആ പുസ്തകത്തിൽ നിന്നുമൊക്കെ ചുരണ്ടി മാറ്റിയെടുത്ത് അതിനൊരു ആധികാരികത കൂടെ വരാൻ വേണ്ടി ഒരു നജീബിനെ കണ്ടെത്തുകയും ചെയ്തത് ഇതായിരിക്കണം സത്യം. അല്ല എങ്കിൽ നജീബ് എവിടെ, നജീബിൻ്റെ വീടെവിടെ, നജീബിൻ്റെ കൂട്ടുകാരെവിടെ, ബന്ധുക്കളെവിടെ, ഇതൊക്കെ നിസ്സാരമായിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ.
ഒരേ ഒരു കാര്യം കൂടെ പറയാം. കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് നജീബും ഹക്കീമും ഒരു ട്രെയിനിലാണ് പോകുന്നത്. അവിടെ നിന്നാണ് പിന്നെ സൗദിയിലേക്ക് പോകുന്നത്. മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം അറിയാമല്ലോ. കേരളം വിട്ടു കഴിഞ്ഞാൽ മലയാളികൾ തമ്മിൽ ഭയങ്കര ബോണ്ടായിരിക്കും. നമ്മൾ സാധനം കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കും. സാധനം കയ്യിലുണ്ടോ എന്ന മറുപടിയൊക്കെയാണ് മലയാളി പറയുന്നത്. മലയാളികൾ കേരളം വിട്ടു കഴിഞ്ഞാൽ പരസ്പരം സഹായിച്ചൊക്കെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തു. ഒരു ദിവസമല്ല, ഒരു ദിവസത്തിൽ കൂടുതൽ യാത്ര ചെയ്ത് വേണം മുംബൈയിലെത്താൻ. അവിടെ നിന്ന് പിന്നെ ഫ്ലൈറ്റിന് സൗദിയിലെത്തും. ഇതിനിടയിൽ ഒരു സമയം പോലും ഇവർ തമ്മിൽ പരസ്പരം അവരുടെ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും പങ്കുവച്ചിട്ടുണ്ടാവും. വീട് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവണം, അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടാവണം, വീട്ടുകാരെ പറ്റി പറഞ്ഞിട്ടുണ്ടാവണം, നാടും പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും നജീബിന് ഇതൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല എങ്കിൽ സംതിങ് ഫിഷി. ആ സമയത്തായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നജീബിൻ്റെ ട്രോമ കൊണ്ടാണ് അതൊക്കെ ഓർക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി നജീബിനൊന്നും പറയാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല എന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബെന്യാമിൻ ചമച്ച ഭംഗിയുള്ള ക്ലാസിക്കായിട്ടുള്ള ഒരു നോവൽ മാത്രമായിരിക്കണം ഈ ആടുജീവിതം എന്ന നോവലും പിന്നീട് അതിനെ പിൻപറ്റി വന്ന ഈ സിനിമയും.